പൊറോട്ട ബീഫ് കോംബോ എന്ന് പറയുന്നത് ഇതാണ്. ഹൈ ഇൻ കാലറീസ്, ലോ ഇൻ ന്യൂട്രീഷൻ. നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് ചെലവാക്കി ഈ പറഞ്ഞ അസുഖങ്ങളൊന്നും തന്നെ വാങ്ങിക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല, അല്ലെ? ആദീസ് ന്യൂട്രിക്കവയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു ഫുഡ് കോംബോയെ കുറിച്ചാണ്. പൊറോട്ടയും ബീഫും. നല്ല ചൂട് പൊറോട്ടയും ബീഫ് ഡ്രൈ ഫ്രൈയോ, ബീഫ് റോസ്റ്റോ, ബീഫ് കറിയോ. എന്ത് രസമല്ലേ? കേരളത്തിന്റെ തനതായ ഭക്ഷണമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഫുഡ് കോംബോയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഈ ഭക്ഷണത്തിനെ ഞാനിന്നിവിടെ ഗ്ലോറിഫൈ അല്ല ചെയ്യുന്നത്, മറിച്ച് നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലേ? എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് കൊണ്ടായിരിക്കണം നമ്മൾ പല ഫുഡ് പ്രോഡക്ട്സുകളുടെയും ഇൻഗ്രീഡിയൻസ് ചെക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഫുഡിന്റെ എക്സ്പയറി ഡേറ്റ് ആയിരുന്നു നോക്കിയിരുന്നത്. ഇപ്പോൾ നമ്മൾ അതിൽ എന്ത് ഇൻഗ്രീഡിയന്റ് ആണ് അടങ്ങിയിട്ടുള്ളത്, അതെന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നുണ്ട്, ക്യാൻസർ കോസിങ് ഏജൻസ് ഏതെങ്കിലും അടങ്ങിയിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ ഫുഡ് പ്രോഡക്റ്റ് എന്ന് മാത്രമല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന ഷാമ്പു ആയിക്കോട്ടെ, നമ്മുടെ ഫേസ് ക്രീമുകൾ ആയിക്കോട്ടെ, എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും നമ്മളത് ചെക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ അത്രയും ഒരു കോൺഷ്യസ് ആണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു കേൾക്കുന്ന കാര്യമാണ്, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ റെസ്റ്റോറൻറ്റ്സും ഹോസ്പിറ്റലുകളും ഒരേ രീതിയിലുള്ളത്. അതിൽ തന്നെ നമുക്കറിയാം ആരോഗ്യത്തിന്റെ ആ ഒരു അവസ്ഥ. സോ ഞാനിന്ന് എടുത്തിട്ടുള്ളത് ബീഫും പൊറോട്ടയാണെന്ന് പറഞ്ഞു. നമുക്ക് ആദ്യം ഈ ബീഫും പൊറോട്ടയിലെയും മേജർ ഇൻഗ്രീഡിയൻസിനെ ഒന്ന് പുറത്തെടുക്കാം. സോ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് പൊറോട്ടയുടെ മേജർ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മൈദയും റിഫൈൻഡ് ഓയിലും, അതായത് സൺഫ്ലവർ ഓയിൽ. മിക്ക കടകളിലും റിഫൈൻഡ് സൺഫ്ലവർ ഓയിൽ ആണ് ഉപയോഗിക്കുന്നത്. ഒലിവ് ഓയിലോ അല്ലെങ്കിൽ റൈസ് ബ്രാൻ ഓയിലോ ഒന്നും ആരും പൊറോട്ടയിൽ യൂസ് ചെയ്യുന്നില്ല. എല്ലാവരും കടകളിൽ റിഫൈൻഡ് സൺഫ്ലവർ ഓയിലാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മൈദ. അപ്പൊ എന്താണ് മൈദ, എന്താണ് സൺഫ്ലവർ ഓയിൽ എന്നുള്ളത് പൊറോട്ടയെ പറ്റിയും, റെഡ് മീറ്റ് അല്ലേ, നമ്മൾ ബീഫാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ പൊറോട്ടയുടെ കൂടെ നമ്മൾ കോമ്പിനേഷൻ ആയിട്ട് എടുക്കുന്നത് ബീഫ്. അപ്പോൾ ബീഫ് എന്ന് പറയുന്നത് റെഡ് മീറ്റ് എന്നുള്ള ഗണത്തിൽ പെടുന്ന ആളാണ്. സോ ഇവരെ മൂന്നുപേരെയും കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ മൈദ. അപ്പോഴെന്താണ് ഈ മൈദ? മൈദ എന്ന് പറയുന്നത് റിഫൈൻഡ് വീറ്റ് ഫ്ലോർ ആണ്. അതായത് നമ്മുടെ ഗോതമ്പ് പൊടി തന്നെ, പക്ഷെ റിഫൈൻഡ് ആണ്. എന്താണ് ഈ റിഫൈൻഡ് എന്ന് പറഞ്ഞാൽ? കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ വേസ്റ്റ് പ്രോഡക്റ്റ്, നമ്മൾ ചണ്ടി എന്നൊക്കെ പറയില്ലേ, അതായത് മൊത്തമായിട്ട് നമ്മൾ അതിൽ നിന്ന് അരച്ച് പിഴിഞ്ഞെടുത്തതിന് ശേഷം വരുന്ന ആ ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഈ മൈദ എന്നുള്ള പേരിൽ വരുന്നത്. അതിനെ ബ്ലീച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ മൈദയാക്കുന്നത്. അപ്പൊ ഈ റിഫൈൻഡ് എന്ന് പറയുന്നതിൽ സംഭവിക്കുന്ന കാര്യം, ഒരു ഗോതമ്പ് പൊടി എന്ന് പറയുമ്പോൾ അതിൽ ഫൈബർ കണ്ടന്റ്സ് ഉണ്ട്, മിനറൽ ഉണ്ട്, മെയിൻ ആയിട്ട് നാരുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഈ നാരുകളെല്ലാം ഈ വീറ്റ് ഫ്ലോറിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നു. മിനറൽസും ആന്റി ഓക്സിഡൻസും അങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളും പുറത്തേക്ക് എടുത്തു കഴിഞ്ഞിട്ടുള്ള ആ ഒരു ബാക്കി പ്രോഡക്റ്റ് ആണ് ഈ മൈദ അല്ലെങ്കിൽ റിഫൈൻഡ് വീറ്റ് ഫ്ലോർ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഭക്ഷണം എടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഷുഗർ ലെവൽ കൂടുന്നതായിട്ട് കാണാം. കാരണം നമുക്ക് അത്രയും എനർജി കിട്ടുകയാണ്, എംപ്റ്റി കാലറീസ് ആണ്. നോർമലി ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ വൈറ്റമിൻസും ഫൈബർ കണ്ടന്റും എല്ലാം നമ്മുടെ ശരീരത്തിൽ ആ ഒരു ഡൈജഷൻ പ്രോസസ്സിൽ നടക്കുന്നുണ്ട്. നാരുകളെ ദഹിപ്പിച്ച് മിനറൽസിനെ മാറ്റി അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഡൈജഷൻ നടക്കുന്നത്. മൈദ എന്ന് പറഞ്ഞ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ക്വിക്ക് റൈസ് ആണ് ബ്ലഡിൽ ഉണ്ടാവുന്നത്. കാരണം ഇവിടെ ദഹിപ്പിക്കാനായിട്ട് മറ്റ് ഫൈബർ കണ്ടന്റോ നാരോ അല്ലെങ്കിൽ മിനറൽസോ വൈറ്റമിൻസോ ആന്റി ഓക്സിഡൻസോ ഒന്നും തന്നെ ഈ മൈദയിലില്ല. ഇതൊരു ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഭക്ഷണമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന പാടെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഷുഗർ ലെവൽ പെട്ടെന്ന് തന്നെ കൂടുന്നതായിട്ട് കാണാം. സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിൽ ഷുഗറിന്റെ അളവ് കൂടുന്ന സമയത്ത് നമ്മുടെ ശരീരം തന്നെ ഇൻസുലിനെ ഉൽപ്പാദിപ്പിച്ച് അതിനെ ബാലൻസ് ചെയ്യാണ് ചെയ്യാറ്. പക്ഷേ ക്രമാതീതമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഈ ഷുഗർ ലെവൽ കൂടുന്ന സമയത്ത് ഇൻസുലിൻ ഇൻസെൻസിറ്റീവ് ആയി പോവുകയാണ് ചെയ്യുക. അതായത് നമുക്ക് ഭാവിയിൽ പ്രമേഹം, ഒബീസിറ്റി പോലെയുള്ള അവസ്ഥകൾ, അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലെയുള്ള അവസ്ഥകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒബീസിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞു, അല്ലെ? ഒബീസിറ്റി എന്ന് പറയുമ്പോൾ ആദ്യം അത് നമുക്ക് വെയിറ്റ് ഗെയിൻ ആയിട്ടായിരിക്കും തുടങ്ങുക. പിന്നെ നമുക്കത് ബെല്ലി ഫാറ്റ് ആയിട്ട് ഫോം ആവും. ബെല്ലി ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അരയുടെ ഭാഗത്തൊക്കെ ടയർ രൂപത്തിൽ ബെല്ലി ഫാറ്റ് വന്ന് അടിഞ്ഞിരിക്കും, അല്ലെ? ബെല്ലി ഫാറ്റ് അങ്ങനെ കൊഴുപ്പ് അങ്ങനെ അടിഞ്ഞു നിന്നിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു അവസ്ഥയും ഈ പറഞ്ഞ റിഫൈൻഡ് ഫ്ലോറിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഇതൊന്നും കൂടാതെ മൈദയിൽ ഫൈബർ കണ്ടന്റ് ഇല്ലാതെ നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾക്കൊരു ഫില്ലിംഗ് ആയിട്ടുള്ളൊരു അവസ്ഥ അല്ലെങ്കിൽ ഒരു സംതൃപ്തി അല്ല തരുന്നത്. മറിച്ച് നമ്മൾ ഓവർ ഈറ്റ് ചെയ്യുകയും ഇതുവഴി നമ്മുടെ ദഹന പ്രക്രിയയും ഇത് അഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പൊറോട്ടയും ബീഫും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എന്താ പറയാ ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. അതൊരു സറ്റൈറ്റി അല്ല, ഒരു സംതൃപ്തി ആയിട്ട് നമ്മൾ കഴിച്ചു എഴുന്നേക്കുന്ന ഫീലിംഗ് അല്ല ഒരിക്കലും നമ്മൾ പൊറോട്ടയും ബീഫും കഴിച്ചിട്ട് കിട്ടുന്നത്, അല്ലെ? ഭയങ്കര അങ്ങ് ഹെവി ആയി പോയ പോലെ തോന്നും. അതിന്റെ പ്രധാന റീസൺ ഈ പറഞ്ഞ നാരില്ലാത്തത് കൊണ്ട് ഉണ്ടാകുന്നതാണ്. ഈ റിഫൈൻഡ് ഫ്ലോറിന് തന്നെ ഇത്രയും പ്രശ്നങ്ങളുണ്ട്. ഇനി പൊറോട്ട എന്ന് പറയുന്നത് തന്നെ
എണ്ണയാണ് അല്ലെ. മാവ് കുഴയ്ക്കുന്നതിൽ തുടങ്ങി അത് പരത്തുന്നതിൽ തുടങ്ങി കല്ലിൽ വെച്ചിട്ട് നമ്മൾ ചൂടാക്കി കുക്ക് ചെയ്ത് എടുക്കുന്നതിൽ വരെ ഓയിൽ ആവശ്യത്തിലധികം ഒഴിച്ചുകൊണ്ടിരിക്കും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, കടകളിൽ യൂസ് ചെയ്യുന്നത് റിഫൈൻഡ് സൺഫ്ലവർ ഓയിലാണ്, അത് ചീപ്പസ്റ്റുമാണ്. സോ ഈ സൺഫ്ലവർ ഓയിൽ എന്ന് പറയുന്നതും റിഫൈൻഡ് ആണ്. റിഫൈൻഡ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അതിലെ ഗുണങ്ങളൊക്കെ എടുത്തതിന് ശേഷമുള്ള ആ ഒരു പ്രോഡക്റ്റിനെയാണ് നമ്മൾ ആ റിഫൈൻഡ് ഓയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് പ്രശ്നം സംഭവിക്കുന്നത്. ഈ റിഫൈൻഡ് സൺഫ്ലവർ ഓയിലിൽ കൂടുതലായിട്ടുള്ളത് omega-6 ഫാറ്റി ആസിഡ് ആണ്. കൂടുതലായിട്ടുള്ള omega-6 ഫാറ്റി ആസിഡും വളരെ കുറച്ച് omega-3 ഫാറ്റി ആസിഡ്സും നമ്മുടെ ശരീരത്തിൽ ഇംബാലൻസ് ഉണ്ടാക്കും. ഈ ഇംബാലൻസ് നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ആവും. ഇപ്പൊ നിങ്ങൾ കൂടുതലായിട്ട് കേൾക്കുന്നുണ്ടാവും ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ്, അതായത് നമ്മൾ ഒരുപാട് ഇങ്ങനെ ചീർത്തു പോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ആ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനായിട്ട് ഈ റിഫൈൻഡ് സൺഫ്ലവർ ഓയിലിന് വളരെ എളുപ്പത്തിൽ സാധിക്കും. നമ്മളിപ്പോൾ റീസെന്റ് ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്, ഗ്രില്ല് ചെയ്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വഴി നമുക്ക് ക്യാൻസർ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഗ്രില്ല് എന്ന് പറയുമ്പോൾ നന്നായിട്ട് കരിച്ച്, അതായത് മൊരിഞ്ഞിരിക്കുന്ന ആ ഒരു ഭാഗം കഴിക്കുന്നത് വഴി നമുക്ക് ക്യാൻസർ ഉണ്ടാവാം. അതിന്റെ പ്രധാന കാരണം ഈ പറഞ്ഞ ഓയിലാണ്. കാരണം ഓയിൽ ഓവർ ഹീറ്റിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് അതിലെ കോമ്പൗണ്ട്സ് ബ്രേക്ക് ചെയ്തിട്ട് ക്യാൻസർ കോസിങ് ഏജന്റ്സ് ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സാധ്യതകൾ കൂടുതലാണെന്നല്ല, അവിടെ ക്യാൻസർ കോസിങ് ഏജന്റ്സ് ഉണ്ടാകുകയാണ്. ഈ ഒരു പ്രോഡക്ട്സ്, അതായത് ഹാംഫുൾ ഓക്സിഡേഷൻ പ്രോഡക്ട്സ്, ഈ എണ്ണ കൂടുതലായിട്ട് ചൂടാക്കുന്ന സമയത്ത് അതിൽ നിന്നുണ്ടാവുന്ന ഈ ഒരു ചില കോമ്പൗണ്ടുകൾക്ക് നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാക്കാനുള്ള കഴിവുള്ളവയാണ്. അതേപോലെ തന്നെ ഹൃദ്രോഗം ഉണ്ടാക്കുക, ഹാർട്ട് അറ്റാക്സിന്റെ റേറ്റ് ഒക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. സോ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ അഫക്ട് ചെയ്യാനും അതേപോലെ തന്നെ ക്യാൻസർ ഉണ്ടാക്കാനും ഈ ഒരു റിഫൈൻഡ് സൺഫ്ലവർ ഓയിലിന് പറ്റുന്നുണ്ട്. അടുത്ത ആളാണ് നമ്മുടെ ബീഫ്. ഈ ബീഫ് എന്ന് പറയുന്നതിൽ നാച്ചുറലി സാച്ചുറേറ്റഡ് ഫാറ്റ് ഭയങ്കര കൂടുതലാണ്. ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലെ ബാഡ് കൊളസ്ട്രോളിനെ കൂട്ടാനും നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനെ പെട്ടെന്ന് തന്നെ അഫക്ട് ചെയ്യാനും കെൽപ്പുള്ള ആളാണ് ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്നത്. ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് നോർമലി ബീഫിൽ അളവിലധികം ഉണ്ട്. എന്ന് കരുതി ബീഫ് എടുക്കരുതെന്നല്ല നമ്മൾ പറയുന്നത്, ഇടയ്ക്കൊക്കെ നമ്മൾ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇന്നത്തെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാ ദിവസവും ബീഫ് ബിരിയാണിയും ബീഫ് റോസ്റ്റും ഒക്കെ കഴിക്കുന്നവരാണ് നമ്മൾ മലയാളികളിൽ പലരും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ബീഫിൽ ഓൾറെഡി സാച്ചുറേറ്റഡ് ഫാറ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട്, നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനെ അഫക്ട് ചെയ്യുകയും ചെയ്യും. ഇനി ഈ ഒരു ബീഫ് നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് ചൂടാക്കുന്ന സമയത്ത് ഹെട്രോസൈക്ലിക് അമൈൻസ്, പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് എന്നിങ്ങനെയുള്ള കോമ്പൗണ്ടുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് പ്രകാരം ഈ രണ്ട് കോമ്പൗണ്ട്സും നമ്മുടെ ശരീരത്തിൽ കോളോറെക്ടൽ ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇനി അമിതമായിട്ട് ബീഫ് കഴിക്കുന്നവരാണെങ്കിൽ അവരുടെ ഗട്ടില് N-നൈട്രോസോ കോമ്പൗണ്ട് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് ഡയറക്ട്ലി നമ്മൾക്ക് ക്യാൻസർ ഉണ്ടാവാനും കാരണമാകുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ പൊറോട്ടയും ബീഫ് കോംബോയിൽ ഉണ്ടാകുന്നത്. പൊറോട്ട ബീഫ് കോംബോ എന്ന് പറയുന്നത് ഇതാണ്, ഹൈ ഇൻ കാലറീസ്, ലോ ഇൻ ന്യൂട്രീഷൻ. അതിന്റെ പ്രധാന കാരണം ഈ ഒരു ഇൻഗ്രീഡിയന്റിലും ഫൈബർ കണ്ടന്റും ഇല്ല, ന്യൂട്രിയൻസും ഇല്ല. ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ മൈക്രോ ന്യൂട്രിയൻസ്, വൈറ്റമിൻസോ മിനറൽസോ ആന്റി ഓക്സിഡൻസോ ശരീരത്തിന് ഗുണം തരുന്ന യാതൊരു കാര്യവും ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ ഒന്നും തന്നെ അടങ്ങിയിട്ടില്ല. അതേപോലെ തന്നെ ഹൈ ഇൻ സാച്ചുറേറ്റഡ് ഫാറ്റാണ്. നമുക്ക് വേണ്ടാത്ത കൊഴുപ്പ് ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് ഈ ബീഫ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് മറ്റൊരുപാട് അസുഖങ്ങൾ വരാനുള്ള കാരണവും കൂടെ ഈ ഒരു കോമ്പിനേഷൻ ആവുന്നുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ അഡിപ്പോസ് ആയിട്ട്, അതായത് കൊഴുപ്പ് വന്ന് അടിഞ്ഞിട്ട് ഒബീസിറ്റിയിലേക്ക് നമ്മളെ കൊണ്ടുപോകാനും ഈ ഒരു ഫുഡ് കോംബോയ്ക്ക് കഴിവുണ്ട്. അതേപോലെ തന്നെ ക്രോണിക് ലോ ഗ്രേഡ് ഇൻഫ്ലമേഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാനും അതുവഴി മെറ്റബോളിക് സിൻഡ്രോമുകളും അതേപോലെ ഡിസ്ലിപ്പിഡീമിയ, നമ്മുടെ കൊളസ്ട്രോളിന് വ്യതിയാനങ്ങൾ ഉണ്ടാക്കാനും ഹൃദയത്തിന്റെ ആരോഗ്യത്തിനെ തകർക്കാനും അതേപോലെ തന്നെ ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കാനും ഈ പറഞ്ഞ പൊറോട്ടയ്ക്കും ബീഫിനും ഒരുപാട് കഴിവുണ്ട്. സോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിനൊരു റീപ്ലേസ്മെന്റ് എന്താണ്? നമുക്കിതിനെ എങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം? അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, മൈദയ്ക്ക് പകരം നമുക്ക് ഹോൾ വീറ്റ് ഫ്ലോർ യൂസ് ചെയ്യാം. ഹോൾ വീറ്റ് ഫ്ലോർ എന്ന് പറയുമ്പോൾ അതിൽ നാരിന്റെ അളവ് കൂടുതലായിരിക്കും, അതേപോലെ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആയിരിക്കും. നമ്മുടെ ശരീരത്തിൽ ഷുഗർ ലെവൽ അത്ര പെട്ടെന്ന് കൂട്ടില്ല, വളരെ പതുക്കെ ആയിരിക്കും ഷുഗർ ലെവൽ കൂട്ടുന്നത്. അത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലായിരിക്കും ആ ഒരു ഷുഗർ ലെവൽ കൂടിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഫില്ലിംഗ് ഫീൽ ചെയ്യും, നമ്മുടെ ഡൈജഷൻ ഒക്കെ നോർമലായിട്ട് നടക്കും. സോ മൈദയ്ക്ക് പകരം നമുക്ക് ഹോൾ വീറ്റ് ഫ്ലോർ യൂസ് ചെയ്യാം. ഈ പറഞ്ഞ റിഫൈൻഡ് സൺഫ്ലവർ ഓയിലിന് പകരമായിട്ട് നമുക്ക് കോൾഡ് പ്രസ്ഡ് ഓയിൽ യൂസ് ചെയ്യാം. അതായത് വിർജിൻ ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റൈസ് ബ്രാൻ ഓയിൽ യൂസ് ചെയ്യാം, മസ്റ്റാർഡ് ഓയിൽ, റിഫൈൻഡ് സൺഫ്ലവർ ഓയിലിന് ഇവയെല്ലാം നമുക്ക് റീപ്ലേസ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഈ റെഡ് മീറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ വേൾഡ് ക്യാൻസർ റിസർച്ച് ഫൗണ്ടേഷൻ റെക്കമെൻഡ് ചെയ്യുന്നത് 500 ഗ്രാമിൽ താഴെ ആയിരിക്കണം ഒരു വീക്കിൽ നമ്മൾ റെഡ് മീറ്റ് എടുക്കേണ്ടത്. അതേപോലെ തന്നെ റെഡ് മീറ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് ലീൻ മീറ്റ് ചൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം.
ഈ ലീൻ മീറ്റ് എന്ന് പറയുന്ന സമയത്ത് ലീൻ മീറ്റിൽ പെടുന്ന ആൾക്കാരാണ് ചിക്കനും മീനും പ്ലാന്റ് പ്രോട്ടീൻസും ഒക്കെ. ബീഫിന് പകരമായിട്ട് ഈ പറഞ്ഞ ലീൻ പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലായിട്ട് എടുക്കാം. അതേപോലെ തന്നെ വെജിറ്റബിൾസ് നന്നായിട്ട് ആഡ് ചെയ്യുക. ഏത് ഫുഡ് എടുത്താലും ഒരു ചെറിയ സലാഡ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഈ സലാഡ് എന്ന് പറയുന്നത് ആന്റി ഓക്സിഡൻസും വൈറ്റമിൻസും മിനറൽസും ഫൈബർ കണ്ടന്റും ഒക്കെ ധാരാളം വെജിറ്റബിൾസ് അടങ്ങിയിട്ടുണ്ട്. സോ ഏത് ഫുഡ് എടുത്താലും ഒരു ചെറിയ സലാഡ് നമ്മൾ കരുതുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അതേപോലെ തന്നെ ഏത് ഓയിലാണെങ്കിലും ഓയിൽ കണ്ടന്റ് ഒന്ന് കുറയ്ക്കുന്നതും നമുക്ക് നല്ലതാണ്. സോ ഇതാണ് പൊറോട്ടയും ബീഫിന്റെയും റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഈ പൊറോട്ട ബീഫ് എന്ന് പറയുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റും പ്രോ ഇൻഫ്ലമേറ്ററി ഓയിലും നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം മോശമാക്കുന്ന, ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാക്കുന്ന, ക്യാൻസർ ഉണ്ടാവാൻ കാരണമായിട്ടുള്ള റെഡ് മീറ്റുമാണ് ഈ പൊറോട്ട ബീഫ് എന്ന് പറയുന്നത്. സോ ഇത് പൊറോട്ടയും ബീഫിനെയും പറ്റിയിട്ടുള്ള റെസ്ട്രിക്ഷൻ അല്ല പറയുന്നത്, മറിച്ച് സ്മാർട്ടർ ചോയ്സസ്, നമുക്ക് നമ്മുടെ ശരീരത്തിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ആരോഗ്യത്തിനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള സ്മാർട്ടർ ചോയ്സസ് നമുക്ക് എടുക്കാം അല്ലെ. നമുക്ക് വീടുകളിൽ തന്നെ പൊറോട്ട ഉണ്ടാക്കാം ഗോതമ്പിന്റെ. നമ്മൾ തന്നെ ചെക്ക് ചെയ്താലേ അറിയാം ഇപ്പോൾ ഒരുപാട് ഹാർട്ട് അറ്റാക്കുകളും അതേപോലെ തന്നെ ക്യാൻസർ എന്ന് പറഞ്ഞ അവസ്ഥകളൊക്കെ ഒരുപാടുണ്ട്. എന്താണ് കാരണമെന്ന് അറിയില്ലെങ്കിൽ പോലും നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ഈ പറഞ്ഞ അസുഖങ്ങളെല്ലാം തന്നെ. പക്ഷേ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് ചെലവാക്കി ഈ പറഞ്ഞ അസുഖങ്ങളൊന്നും തന്നെ വാങ്ങിക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല അല്ലെ. സോ എല്ലാവർക്കും ഹെൽത്തി ആയിട്ടും സ്മാർട്ടായിട്ടും ചിന്തിക്കാം. സോ നമ്മുടെ വീഡിയോയിൽ നിന്നും കുറച്ചെങ്കിലും ഇൻഫർമേഷൻ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നമസ്കാരം.